ശ്രീ ജയചന്ദ്രൻ, CPIM-ന്റെ നിരവധിയായ വേദികളിലേക്ക് രാഷ്ട്രീയ എതിരാളികളെ, പ്രത്യേകിച്ച് വലതുപക്ഷ നേതാക്കളെ, കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളെ പലപ്പോഴായി പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് KPCCയുടെ ഒരു പരിപാടിയിൽ സുധാകരൻ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്? എന്താണ് ഇത്രമേൽ വലിയ സൈബർ അറ്റാക്കിങ്ങിന് കാരണം? ഇത് വാസ്തവത്തിൽ സുധാകരനെതിരെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ചില ഈ സൈബർ പോസ്റ്റുകൾ ഞാനും കണ്ടിരുന്നു. അങ്ങനെ നടക്കുന്നത് തികഞ്ഞ അസംബന്ധമാണ് സുധാകരനോട് കാണിക്കുന്നത്. ഇത് ചില പാർട്ടി നേതാക്കൾ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ പ്രധാനമായും പറയാനുള്ളത്. അവരതിൽ നിന്ന് പിന്തിരിയുകയാണ് ഉടൻ വേണ്ടത്. കാരണം എന്താണ് സുധാകരൻ എന്നറിയാത്തവരല്ല ഈ ചെയ്യുന്നത്. താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ എഴുതിയ കവിതയാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ തലക്കെട്ട് പ്രകോപനമായിരിക്കാം അത്രേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ആയിരിക്കാം. അതായത് കുന്തവും കുടചക്രവും എന്ന തലക്കെട്ടായിരിക്കാം. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ ആ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായിരിക്കാം. ഏതായാലും സുധാകരനോട് കാണിക്കേണ്ട മനുഷ്യത്വം, ഈ കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവം. മനുഷ്യത്വം ഈ പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന നേതാക്കളെ അടക്കം നേതാക്കന്മാരാക്കിയതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് സുധാകരൻ എന്ന് ആലപ്പുഴ ജില്ലക്കാർക്കെങ്കിലും അറിയാം. ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരനാണ്, അതെനിക്ക് കൂടുതൽ അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത്. സുധാകരനെതിരെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ഉറഞ്ഞുതുള്ളുന്ന ഈ പോരാളികൾ എന്തുകൊണ്ടാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ കൃഷ്ണദാസിനെ പങ്കെടുപ്പിച്ച് സെമിനാർ നടത്തിയല്ലോ ഇവർ? എന്താണ് ഈ തുള്ളൽ കാണാത്തത്? കൃഷ്ണദാസ് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നില്ലേ? ഇപ്പോഴും RSSന്റെ BJPയുടെ സമുന്നതനായ നേതാവല്ലേ? ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ? അദ്ദേഹത്തെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട എന്ത് സെമിനാറിലാണെങ്കിലും പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന നിലപാടെന്താ ഇവരാണ് സ്വീകരിക്കാതിരുന്നത്? സ്വീകരിക്കണ്ടേ? അപ്പൊ അതല്ല, അത് വ്യക്തിവിരോധമാണ് തീർക്കുന്നത് ചില ഈ കുട്ടിക്കുരങ്ങന്മാരിലൂടെ, കോമാളി വേഷങ്ങളിലൂടെ. അത്തരം കോമാളി വേഷങ്ങളുടെയും കുട്ടിക്കുരങ്ങന്മാരുടെയും പ്രവർത്തികൾ കൊണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ പാർട്ടി തന്നെയായിരിക്കും എന്ന് ഇനിയെങ്കിലും ഈ നേതാക്കന്മാരും അവരുടെ കിങ്കരന്മാരും മനസ്സിലാക്കിയാൽ ആ പാർട്ടിക്ക് അത്രയും നല്ലത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ശ്രീ എം ജയചന്ദ്രൻ, അതിൽ ഞാൻ അല്പം കൂടി വ്യക്തത വരുത്തുന്നതിന്, ഇതിപ്പോൾ ഈ കവിതയെക്കുറിച്ച് താങ്കൾ പറയുമ്പോൾ ആ തലക്കെട്ട്, ആ ശീർഷകം എന്നത് സജി ചെറിയാൻ എന്ന നേതാവിനാണ് കൊള്ളുന്നുവെങ്കിൽ കൊള്ളേണ്ടത്. അപ്പോൾ ഇപ്പോഴിത് ഈ തരത്തിൽ സൈബർ ഇടത്തിൽ വലിയ തോതിൽ സുധാകരനെ അറ്റാക്ക് ചെയ്യുന്നത് സജി ചെറിയാനോട് ചേർന്ന് നിൽക്കുന്നവരും അവരുമായി അടുപ്പമുള്ളവരും എന്ന് വേണമോ മനസ്സിലാക്കാൻ? അല്ല, എന്ന് വേണമോ മനസ്സിലാക്കാൻ എന്നോട് ചോദിക്കേണ്ട. ആ ചോദ്യത്തിന് താങ്കൾക്ക് അങ്ങനെ മനസ്സിലാക്കാം എന്ന് ഞാൻ മറുപടി പറയൂ. അതേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ. താങ്കൾക്ക് അങ്ങനെ മനസ്സിലാക്കാം, അതിലൊന്നും എനിക്ക് വിരോധമില്ല. ബാക്കിയെല്ലാം അനുമാനത്തിന് വിടുന്നു. ഏതായാലും സുധാകരൻ എന്താണെന്നുള്ളതും സുധാകരൻ അവിടെ പ്രസംഗിച്ചത് എന്താണെന്നുള്ളത് അത് ഇപ്പോഴും ആർക്കും യൂട്യൂബിൽ തെരഞ്ഞാൽ കിട്ടുന്ന പ്രസംഗമാണ് സുധാകരന്റെ KPCC ഹാളിൽ നടത്തിയ പ്രസംഗം. എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളതെങ്കിലും ഈ ഇങ്ങനെ ഞരങ്ങി മൂടി നടക്കുന്നവർ മനസ്സിലാക്കണ്ടേ? എന്താണ് ആ പ്രസംഗത്തിന്റെ പ്രാധാന്യം? ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിന്റെ 100ാം വാർഷികം. അത് ആ ഒരു പരിപാടിക്ക് KPCC ആ പരിപാടി ആചരിക്കുമ്പോൾ സുധാകരനെ പോലെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ, CPIM ഇപ്പോഴും CPIM മെമ്പറാണ്, CPIM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ ആലപ്പുഴ DC ബ്രാഞ്ച് എന്നാണ് അതിന് പേര് തന്നെ. ആലപ്പുഴ DC ബ്രാഞ്ചിലെ മെമ്പറാണ് സുധാകരൻ. ആ സുധാകരനെതിരെയാണ് ഈ സൈബർ ആക്രമണം. ആ സുധാകരനെ ഇത്ര ഒരു പരിപാടി KPCC വിളിക്കുമ്പോ ആരൊക്കെയാണ് അതിലുള്ളത്? പ്രധാനപ്പെട്ട KPCC നേതാക്കൾ എല്ലാം ഇല്ലേ? ആ പരിപാടിയിൽ സുധാകരനെ വിളിക്കുന്നത് സുധാകരൻ എന്ന CPIM നേതാവിന് കിട്ടുന്ന അംഗീകാരമായിട്ട് കാണാൻ എന്തേ ഇവരുടെ ഈ വക്രബുദ്ധികൾക്ക് കഴിയുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സുധാകരൻ നിങ്ങൾക്ക് കാര്യകാരണസഹിതം വിമർശിക്കുന്നതിന് ഞാനും കൂടും, ഞാനും അതിനോട് യോജിക്കും. പക്ഷെ അതിനുള്ള വഴി ഇതല്ല. അദ്ദേഹത്തെ ഇങ്ങനെ ഇകഴ്ത്താനും തറടിക്കാനുമായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ പരസ്യമായി വീണ്ടും പലതും വിളിച്ചു പറയാൻ ഞാനടക്കമുള്ളവർ തയ്യാറായേക്കും എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും.
അതൊന്നും നേരായ വഴിയിലുള്ള പോക്കല്ല. പാർട്ടി CPIM എന്ന പാർട്ടി ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമമായിട്ട് കാണാനേ കഴിയില്ല സുധാകരനെതിരെയുള്ള ഈ ആക്രമണം. വളരെ ശക്തിയായിട്ട് തന്നെ ഞാൻ ഇതിന്റെ പുറകിലുള്ള എല്ലാ ഈ കുരുട്ട് ബുദ്ധികളെയും ശക്തിയായി ഞാൻ അതാണ് അവിടെയാണ് ശ്രീ ജയചന്ദ്രൻ എനിക്ക് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. താങ്കൾ ഈ പറയുന്നത് പോലെ ഇതിന് പിന്നിലുള്ള കുരുട്ടുബുദ്ധികൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് ആലപ്പുഴയിലെ പാർട്ടി സഖാക്കളുടെ ഒരു പൊതുവികാരമായി കാണേണ്ടതില്ല. ഇത് ഒരു വിഭാഗത്തിന്റെ, താങ്കൾ ഈ പറഞ്ഞ ഭാഷ തന്നെ കടമെടുത്താൽ ഈ കുരുട്ടുബുദ്ധിക്കാരുടെ ഒരു വിഭാഗത്തിന്റെ മാത്രം വിമർശനങ്ങളായി കണ്ടാൽ മതി. ആണെന്നേ, നിസ്സംശയം അങ്ങനെ തന്നെയാണ്. സുധാകരൻ പാർട്ടിക്ക് അനഭിമതനായിട്ട് പോലുമില്ല, അനഭിമതൻ പോലും ആയിട്ടില്ല സുധാകരൻ. എന്നിട്ടല്ലേ പാർട്ടി വിരുദ്ധനാകുന്നത്? അനഭിമതന് ശേഷമാണല്ലോ പാർട്ടി വിരുദ്ധനാകേണ്ടത്. ആ അനഭിമതൻ പോലും ആയിട്ടില്ല സുധാകരൻ. സുധാകരൻ അസുഖമായിട്ട് കിടന്നപ്പോൾ പിണറായി വിജയൻ ഫോണിൽ 2 തവണ വിളിച്ചന്വേഷിച്ചു. ഗോവിന്ദ മാഷ്, MA ബേബി അടക്കമുള്ളവർ വീട്ടിൽ ചെന്ന് കണ്ടു. ഇതൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണേ. ആ സുധാകരനാണ് KPCC ഒരു യോഗത്തിന് വിളിച്ച ഉടനെ പാർട്ടി വിരുദ്ധനാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത്. ഇത്തരം ചില വേതാളങ്ങൾ അവരുടെ വൈകാരിക പ്രവർത്തികളോടൊന്നും ഒരു കാരണവശാലും ഒരു നഖത്തിന്റെ നീളം പോലും യോജിക്കില്ല. ഒരു സംശയമില്ല, ഞാൻ തറപ്പിച്ച് തന്നെ തീർത്ത് പറയുകയാണ്. പക്ഷേ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രതികരണം സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതില്ലേ? അങ്ങനെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതായത് സുധാകരനെ പോലെ ഒരു CPIM നേതാവ് കോൺഗ്രസിന്റെ ക്ഷണം സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പാർട്ടി പറയണം. അങ്ങനെ ഒരു വിയോജിപ്പ് എവിടെയും നമ്മൾ കണ്ടില്ല. അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കുമ്പോൾ വലിയ തോതിൽ ഇതിപ്പോൾ എടുത്തു പറയേണ്ടത് ഈ യുവജന സംഘടനകളിൽപ്പെട്ടവർ അടക്കം ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ വരുന്ന, പാർട്ടിക്ക് വിലക്കാൻ സാധിക്കുന്ന, പാർട്ടിക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്ന, അരുത് എന്ന് പറയാൻ സാധിക്കുന്ന ആളുകളടക്കമാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. താങ്കൾ ഈ പറഞ്ഞതുപോലുള്ള ഒരു പ്രതികരണം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം ശ്രീ ജയചന്ദ്രൻ? പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകണമെന്നും പറയാൻ പറ്റില്ല. ഇത് പാർട്ടി സുധാകരൻ എന്ന് പറയുന്ന ആൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം മുൻ നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു, കേരളമെമ്പാടും വ്യാപകമായ ജനസ്വാധീനവും അംഗീകാരവുമുള്ള നേതാവാണ്. പക്ഷേ പാർട്ടി സംഘടനാപരമായിട്ട് പറയുമ്പോൾ അദ്ദേഹം ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുത്തതിന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ഒരു എതിർപ്പും ഇല്ലെന്നേ. ഈ നിമിഷം വരെ എതിർപ്പില്ല. എതിർപ്പുണ്ടെങ്കിലല്ലേ അവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള എതിർ പ്രസ്താവന ഇറക്കേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർ അല്ലെങ്കിൽ ചില ഈ സാമൂഹ്യ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചില ആൾക്കാർ അക്കാര്യത്തിൽ ഇടപെട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നതായിട്ട് നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതെനിക്കറിയാം, ഞാനും ചിലരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. അത് സംബന്ധിച്ച് നോക്കാം, ഇനിയുടെ ദിവസങ്ങളിൽ നോക്കാം. ഏതായാലും ഇപ്പോ അത് പ്രതികരിക്കേണ്ട ഒരു വിഷയമായി പാർട്ടി സംസ്ഥാന നേതൃത്വം എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി.